സ്ക്വിഡ് ഗെയിമിന്റെ സീസൺ 1 കാണാത്ത ഒരു ക്യാരക്ടർ സീസൺ 2 ഉണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. സ്ക്വയേർഡ് മാസ്ക് ധരിച്ച ബ്ലാക്ക് ഡ്രസ് ഇട്ട വ്യക്തി. സ്ക്വയേർഡ് മാസ്ക് ധരിച്ച എല്ലാവരും സീസൺ 1 റെഡ് ഡ്രസ് ആയിരുന്നു ധരിച്ചിട്ടുണ്ടായിരുന്നത്, റെഡ് യൂണിഫോം. എന്നാൽ എന്തുകൊണ്ടാണ് സീസൺ 2 എത്തിയപ്പോൾ അവർ ബ്ലാക്ക് യൂണിഫോമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്? ആരാണ് ഈ പുതിയ ക്യാരക്ടർ? ഇതിനെക്കുറിച്ചെല്ലാം തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ സ്ക്വയേർഡ് മാസ്ക് ധരിച്ച ബ്ലാക്ക് ക്യാരക്ടറിനെ കുറിച്ച് അറിയുന്നതിന് മുൻപേ തന്നെ ഇവരുടെ മാസ്കുകളെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ടും 3 ടൈപ്പ് മാസ്കുകളാണ് അവിടെ ഉള്ളത്. ഒന്ന് സർക്കിൾ മാസ്ക്. ഈ സർക്കിൾ മാസ്ക് ധരിച്ച വ്യക്തികൾ എല്ലാവരും തന്നെ ഏറ്റവും ലോവസ്റ്റ് റാങ്കിലുള്ളവരാണ്. ക്ലീൻ ചെയ്യുന്നതും മരിച്ചു വീണ ബോഡികൾ എടുത്തു മാറ്റുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് സർക്കിൾ മാസ്ക് ധരിച്ചവരാണ്. അടുത്തത് ട്രയാങ്കിൾ മാസ്ക് ധരിച്ചവരാണ്. ട്രയാങ്കിൾ മാസ്ക് ധരിച്ചവരാണ് ശരിക്കും സോൾജേഴ്സ് ആയിട്ടുള്ളത്. അതായത് അവർക്കാണ് വെടിവെക്കാനും ഓരോരുത്തരെ കൊല്ലാനുമുള്ള അധികാരങ്ങളുള്ളത്. നമ്മുടെ 11ാം നമ്പർ ആയിട്ടുള്ള കാങ് നോയൽ എല്ലാം തന്നെ ട്രയാങ്കിൾ മാസ്ക് ധരിച്ചവരിൽ ഒരാളാണ്. പിന്നീടുള്ളത് സ്ക്വയർ മാസ്ക് ആണ്. ഇവരാണ് ശരിക്കും ഏറ്റവും കൂടുതൽ റാങ്ക് ഉള്ളവര്. ട്രയാങ്കിൾ മാസ്കിനെയും സർക്കിൾ മാസ്കിനെയും കൺട്രോൾ ചെയ്യുന്നത് സ്ക്വയർ മാസ്ക് ധരിച്ച ഇവരാണ്. ശരിക്കും ഒരു മാനേജേഴ്സ് എന്ന് നമുക്ക് പറയാം. ഇവരാണ് ഫ്രണ്ട് മാൻ ആയിട്ട് ഡയറക്റ്റ് സംസാരിക്കുന്നതും ബാക്കിയുള്ളവർക്ക് ആർക്കും തന്നെ ഫ്രണ്ട് മാനെ കാണാൻ കൂടെ കഴിയില്ല. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഡ്രസ് ധരിച്ചിട്ടുണ്ടായിരുന്ന സ്ക്വയർ മാസ്ക് ആരാണ്? അദ്ദേഹത്തിന് സ്ക്വയർ മാസ്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ഒരു മാനേജർ റോളുള്ള ആളാണ്. അതായത് ഏറ്റവും ഹയർ അതോറിറ്റിയാണ് അവിടെയുള്ളതിൽ വെച്ച്. ബ്ലാക്ക് സ്യൂട്ട് ധരിച്ചതിലൂടെ അയാൾ ഒരു ഫ്രണ്ട് മാന്റെ ജോലിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാക്കാം. കാരണം ഒറിജിനൽ ഫ്രണ്ട് മാൻ ഇപ്പോൾ സ്ക്വിഡ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫ്രണ്ട് മാൻ ഈ ഒരു സ്ക്വയർ മാസ്ക് ധരിച്ച വ്യക്തിക്ക് തന്റെ അധികാരങ്ങളെല്ലാം തന്നെ കൊടുത്ത് സ്ക്വിഡ് ഗെയിമിലേക്ക് പോയതായിരിക്കാം. ഫ്രണ്ട് മാൻ തിരിച്ചു വരുന്നത് വരെ ഫ്രണ്ട് മാന് വേണ്ടിയിട്ട് ആ കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്നത് ഈ സ്ക്വയർഡ് മാസ്ക് ധരിച്ച വ്യക്തിയായിരിക്കാം. നമ്മുടെ നായകനായിട്ടുള്ള ജിഹാൻ എല്ലാ ഗെയിമുകളും ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഫ്രണ്ട് മാൻ അറിഞ്ഞപ്പോൾ ആ ഗെയിം മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നതും മേ ബി ഈ സ്ക്വയർ മാസ്ക് ധരിച്ച വ്യക്തിയോടായിരിക്കാം. ഇദ്ദേഹം ഫ്രണ്ട് മാനേക്കാൾ താഴ്ന്ന പൊസിഷനിലുള്ള ഒരാളാണ് എന്നുള്ളത് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും ഫൈനൽ എപ്പിസോഡിൽ ഫ്രണ്ട് മാൻ വീണ്ടും മാസ്ക് എല്ലാം തന്നെ ധരിച്ച് അങ്ങോട്ടേക്ക് വരുമ്പോൾ ഫ്രണ്ട് മാന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ട് പുറകിലായിട്ട് ഈ ഒരു വ്യക്തി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഫ്രണ്ട് മാൻ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത് അതേ കാര്യങ്ങൾ തന്നെയായിരുന്നു സീസൺ 2 ഈ സ്ക്വയർഡ് മാസ്ക് ധരിച്ച ബ്ലാക്ക് വ്യക്തി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഓർഡറുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക, കൺട്രോൾ റൂമിൽ ഇരുന്നുകൊണ്ട് ഗെയിമുകൾ പ്രോപ്പറായിട്ട് നടക്കുന്നില്ലേ എന്നുള്ളത് മോണിറ്റർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഫ്രണ്ട് മാൻ ചെയ്യാത്ത ഒരു കാര്യം കൂടി ഈ സ്ക്വയർഡ് മാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർഗൻ ഹാർവെസ്റ്റിംഗ് ഓപ്പറേഷൻ. അതായത് ഇവിടെ വരുന്ന പ്ലേയേഴ്സിനെ കൊല്ലാതെ അവരുടെ കാലിനെല്ലാം തന്നെ വെടിവെച്ച് ഇവരുടെ ഓരോ ഇന്റേണൽ ഓർഗൻസ് എടുത്ത് പുറത്ത് കൊണ്ടുപോയി വിൽക്കുന്ന പരിപാടി. അതിന് മുൻപിൽ നിന്നിട്ടുണ്ടായിരുന്നത് ഈ സ്ക്വയർ മാസ്ക് ധരിച്ച ബ്ലാക്ക് ഷർട്ട് ഇട്ട വ്യക്തിയായിരുന്നു. ഫ്രണ്ട് മാൻ അറിയാതെ തന്നെയായിരിക്കും മിക്കവാറും ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇത് മിക്കവാറും ഫ്രണ്ട് മാനും ഈ ഒരു വ്യക്തിയും തമ്മിൽ സീസൺ 3 ഒരു തല്ലുണ്ടാവാനുള്ള ചാൻസും ഞാൻ കാണുന്നുണ്ട്. സീസൺ 3 ഇത്രയും കാലം താൻ മെയിൻ ആയിട്ട് നിന്നതാണല്ലോ, ഫ്രണ്ട് മാൻ ആയിട്ട് വർക്ക് ചെയ്തതാണല്ലോ, അതുകൊണ്ട് തനിക്ക് എന്തുകൊണ്ട് ഫ്രണ്ട് മാൻ ആയിക്കൂടാ എന്ന് ചോദിച്ചുകൊണ്ട് മേ ബി ഫ്രണ്ട് മാനെ കൊല്ലാൻ വരെ ഈ ഒരു വ്യക്തി ശ്രമിച്ചേക്കാം. ഇദ്ദേഹം ശരിക്കും ഒരു വില്ലത്തരം കാണിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഓർഗൻ വിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് കൂടി ഇദ്ദേഹത്തെ കാണിച്ചത്. പിന്നെ അതുപോലെ തന്നെ കാങ് നോയലിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതും ഈ സ്ക്വയർ മാസ്ക് ധരിച്ച വ്യക്തിയാണ് എന്നുള്ളത് അതിലൂടെ പറയുന്നുണ്ട്. കാങ് നോയലിന്റെ മകളെ കണ്ടുപിടിക്കാൻ വേണ്ടി താൻ രക്ഷിക്കാം, തന്റെ കൂടെ നിന്നാൽ മതി എന്നുള്ളതും ഈ വ്യക്തി പറയുന്നുണ്ട്. പക്ഷെ കാങ് നോയൽ ഈ വ്യക്തിക്ക് വേണ്ടത്ര പരിഗണന അവിടെ കൊടുത്തിട്ടില്ലായിരുന്നു. കാങ് നോയലിന്റെ മകളെ കണ്ടെത്തി കൊടുക്കാമെന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പേരുമായിട്ട് നല്ല രീതിയിൽ കണക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണ് ഇത് എന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും സീസൺ 3 നല്ലൊരു റോൾ തന്നെ ഈ ഒരു സ്ക്വയർ മാസ്ക് ധരിച്ച വ്യക്തിക്ക് ഉണ്ടാകുമെന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയും ഫ്രണ്ട് മാനും തമ്മിലുള്ള ഒരു ഫൈറ്റ് അവിടെ ഉണ്ടാകാനും ഫ്രണ്ട് മാനെ മിക്കവാറും ഈ ഒരു വ്യക്തി ചതിക്കാനും അതിൽ ആരെങ്കിലും ഒരാൾ മരിക്കാനുമുള്ള ചാൻസും ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ സ്ക്വയർ മാസ്ക് ധരിച്ച വ്യക്തി ഫ്രണ്ട് മാനുമായിട്ട് തല്ലുണ്ടാക്കുമോ? ഇവർ തമ്മിൽ തെറ്റിപ്പിരിയുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.